ലാത്തിവീഴ്ചയൊടുവിൽ പോലീസ് അല്ലേ പ്രവർത്തകരിൽ ചിലർക്കൊക്കെ പരിക്കേറ്റിട്ടുണ്ടെന്ന് തോന്നുന്നു. ദൃശ്യങ്ങളിൽ ആരൊക്കെയോ താഴെ വീണ് കിടക്കുന്നത് കാണുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നത്? വിജയകുമാർ, അല്പം ശാന്തമായി പ്രവർത്തകർ പിന്നോട്ട് പോയെങ്കിലും അതേ വീര്യത്തോടു കൂടി തിരികെ പോലീസ് ഉദ്യോഗസ്ഥരുടെ അടുത്തേക്ക് എത്തുകയും അവരെ ഉന്തും തള്ളുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. തുടർന്നാണ് പോലീസ് ലാത്തി വീശുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്തു. ഒരു പ്രവർത്തകന്റെ കാലിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്, രക്തം വാർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുവാനുള്ള ഒരു നടപടിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ പഴയ വീര്യത്തോടു കൂടി തന്നെ പ്രവർത്തകർ ആവേശത്തോടുകൂടി ഡിവൈഎസ്പിയുടെ മുന്നിലേക്ക് എത്തി അവരുമായി സംസാരിക്കുകയാണ്, മുദ്രാവാക്യം മുഴക്കുകയാണ് ചെയ്യുന്നത്. പിന്തിരിയാൻ തങ്ങൾ തയ്യാറല്ല എന്നുള്ളതാണ്. എന്തായാലും ദേവസ്വം വകുപ്പ് മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് പടിക്കലേക്ക് ഇവർ മുദ്രാവാക്യം വിളികളുമായി പ്രതിഷേധം എത്തിയത്. ആദ്യഘട്ടത്തിൽ സംയമനം പാലിക്കുന്ന ഒരു സാഹചര്യം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. തുടർന്ന് പോലീസിനെ കമ്പം അതുപോലെ തന്നെ ചെരുപ്പും കല്ലും ഒക്കെ തന്നെ എറിയുന്ന ഒരു സാഹചര്യം. അതിനുശേഷമാണ് പോലീസ് ഇപ്പോൾ ലാത്തി വീശുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്നത്. ഒരു പ്രവർത്തകന് ഗുരുതരമായി കാലിന് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും പോലീസിന് നേരെ ഉന്തും തള്ളുമായി വാക്കേറ്റം നടത്തുകയാണ് പ്രവർത്തകർ. പോലീസും ഒരു വശത്ത് നിന്ന് വലിയ രീതിയിൽ ചെറുത്തുനിൽപ്പ് നടത്തുന്നുണ്ട്. പോലീസുമായി വലിയ ഒരു ഉന്തും തള്ളും പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. രണ്ട് വശങ്ങളിലായി, രണ്ട് ഘട്ടങ്ങളിലായി, രണ്ട് ടീമുകളായി തിരിഞ്ഞു കൊണ്ടാണ്. അതായത് വരുൺ, നമ്മുടെ ജലബീരങ്കി, ആ ജലബീരങ്കിയുടെ സമീപത്ത് നിന്ന് ഒരു ടീം പ്രവർത്തകർ, മറ്റൊരു വശത്ത് ഈ ആശാ സമരപ്പന്തലിന്റെ മറുവശത്ത് ഒരു കൂട്ടം പ്രവർത്തകർ പോലീസുമായി വാക്കേറ്റത്തിൽ ഏർപ്പെടുന്നു, ഉന്തും തള്ളം ഏർപ്പെടുന്നു. ചില നേതാക്കളെത്തി ഇവരെ പിന്തിരിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ പിന്തിരിയാൻ തയ്യാറാകുന്നില്ല പ്രവർത്തകർ. തങ്ങളുടെ പ്രവർത്തകന് പരിക്കേറ്റു, കാലിന് ഗുരുതരമായി പരിക്കേറ്റു, രക്തം വാർന്നൊഴുകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പിന്തിരിയാനില്ല, ഞങ്ങൾ സമരവുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. തിരുവനന്തപുരം നഗരസഭയുടെ കൗൺസിലർ ആശാനാഥ് ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ സമരമുഖത്തേക്ക് എത്തുന്നു. പോലീസിനെ കമ്പ് വലിച്ചെറിയുന്ന, പോലീസിന്റെ ദേഹത്തേക്ക് കമ്പും കല്ലും കുപ്പിവെള്ളവും ഒക്കെ തന്നെ വലിച്ചെറിയുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ നിന്ന് കാണാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും പോലീസ് ഏകദേശം 1 മണിക്കൂറിൽ കൂടുതലായി സമരം ഇവിടെ പ്രതിഷേധം എത്തിയിട്ട് ഇത്രയും സമയവും പോലീസ് സംയമനം പാലിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അവസാനം പോലീസിന്റെ അടുത്തേക്ക് എത്തുകയും ഇവർ പ്രകോപന മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും കല്ലും കമ്പും വലിച്ചെറിയുകയും ചെയ്തു. തുടർന്ന് പോലീസ് ലാത്തി വീശുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോയത്. ഈ പ്രതിഷേധത്തിൽ ഒരിടത്തും ഇത്തരത്തിൽ ഒരു ലാത്തി ചാർജിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. പക്ഷേ ഏറ്റവും ഒടുവിൽ പോലീസ് ലാത്തി വീശുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട്. 3 ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വരെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ സമരത്തെ ഏതെങ്കിലും തരത്തിൽ ഇവരെ സമാധാനിപ്പിച്ച് പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ആശാ സമരപ്പന്തലിന്റെ മുൻവശത്ത് വലിയ രീതിയിലുള്ള ഒരു വാക്കേറ്റം പോലീസുമായി ഉണ്ടാകുന്നു. ഒരു സംയമനം പാലിച്ച് പിന്തിരിയാൻ വേണ്ടി ഇവർ തയ്യാറല്ല എന്നുള്ളതാണ്. പോലീസ് ഇങ്ങോട്ട് ഇവരെ തള്ളി മാറ്റുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇവർ പിന്നോട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.